നമ്മൾ വീണ്ടും പഹൽഗാമിലേക്ക് പോകുന്നു. ബൈസറൻ താഴ്വരയിലാണിപ്പോൾ. അവിടെ ബൽറാം നെടുങ്ങാടിയുള്ളത്. ബൽറാം നേരത്തെ ആ സ്ഥലത്തിന്റെ സവിശേഷതകൾ അത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഭീകരർ ആ സ്ഥലം തിരഞ്ഞെടുത്തു ആക്രമണത്തിന് എന്നതുൾപ്പെടെ ബൽറാം വിശദീകരിക്കുന്നുണ്ട്. ഈ ഭീകരർ ആക്രമണം നടത്തിയ സ്ഥലം അവിടെ നിന്ന് എത്ര അടുത്താണ് ബൽറാം? ഇപ്പോൾ ഏത് തരത്തിലാണ് അവിടുത്തെ തിരച്ചിൽ നടപടികൾ പുരോഗമിക്കുന്നത് ബൽറാം? ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്ററോളം അകലെയാണ് ഈ ആക്രമണം നടന്ന പ്രദേശം എന്നുള്ളത്. എന്നാൽ ഈ ആക്രമണം നടന്ന പ്രദേശം പൂർണ്ണമായും സൈന്യം വളഞ്ഞിരിക്കുകയാണ്. അവിടേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല. കാരണം അത് ക്രൈം സീൻ എന്നാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരുന്നു. നേരത്തെ തന്നെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കാൾ ഏതാണ്ട് 2 കിലോമീറ്ററോളം മുകളിലേക്ക് നമ്മൾ കയറിയിരുന്നതാണ്. എന്നാൽ ആ മാർഗം മുന്നിലോട്ട് പോകാൻ കഴിയില്ല. അത് ക്രൈം സീനിന് തൊട്ടടുത്താണ്. ക്രൈം സീനിലേക്ക് പ്രവേശനമില്ല എന്നറിയിച്ച് സൈന്യം തിരിച്ച് അയക്കുക. കാരണം ഈ പ്രദേശത്ത് ഇപ്പോഴും പരിശോധന നടത്തുവരികയാണ്. നിരവധി ഏജൻസികൾ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. NIA ആദ്യ സംഘം ഇന്നലെ എത്തിയിരുന്നു, പരിശോധന നടത്തിയിരുന്നു. എന്നാൽ കൂടുതൽ തെളിവുകൾ ഈ പ്രദേശത്ത് ശേഖരിക്കാനുണ്ട്. നമ്മൾ ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന മൊബൈൽ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായതാണ്. ആ വലിയൊരു മേഖല, ഒരു പുൽമൈതാനി മുഴുവൻ ചോരക്കളമാക്കി മാറ്റുകയായിരുന്നു ആ നരാധമന്മാർ എന്നുള്ളത്. വലിയൊരു പ്രദേശത്താണ് ആക്രമണം നടത്തിയിരിക്കുന്നത്, ആ താഴ്വരയിൽ. അതുകൊണ്ട് തന്നെ ആ മേഖല പൂർണ്ണമായും പോലീസ്, ജമ്മുകശ്മീർ പോലീസും CRPFും അവിടെ വലയം തീർത്ത് സംരക്ഷിത പ്രദേശമായി വെച്ചിരിക്കുകയാണ്. ഇനിയും പരിശോധനകൾ അവിടെ നടത്തേണ്ടതുണ്ട്. ക്രൈം സീൻ ആണ് എന്നതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാകില്ല. തുടർന്നാണ് മറ്റൊരു വഴിയിലൂടെ ഈ ക്രൈം സീനിന് തൊട്ടടുത്ത് വരെ എത്താൻ കഴിയുന്ന പ്രദേശത്ത് നമ്മൾ യാത്ര തിരിച്ചത്. ഇത് കാൽനടയായി മാത്രം പോകാൻ കഴിയുന്ന മാർഗമാണ്, കുതിര വഴി പോകാൻ കഴിയുന്ന വഴി. ഇതിന് സമാന്തരമായാണ് മറ്റൊരു പാത. അത് കൂടുതൽ സമയമെടുക്കുന്ന ഒരു പാതയാണ്. ഉന്മേഷ്, നമുക്ക് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും. ഇത് പൈൻ മരങ്ങൾ മൂടി നിറഞ്ഞ ഒരു പ്രദേശമാണ്. ചെങ്കുത്തായ ഒരു മലഞ്ചെരിവ്, അതിൽ പൈൻ മരങ്ങൾ മൂടി നിൽക്കുന്നു. പൈൻ മരങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അവയ്ക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളുള്ള ചെങ്കുത്തായ സ്ഥലത്ത് കടുത്ത തണുപ്പിലും അതിജീവിക്കാൻ കഴിയുന്നത് എന്നതിനാൽ ആ പൈൻ മരങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. മുകളിൽ ആകട്ടെ മഞ്ഞു മൂടി നിൽക്കുന്ന പർവ്വതനിരകൾ, താഴെ മൈതാനം, മനോഹരമായ പുൽമൈതാനം. ഇത് മഞ്ഞുകാലത്ത് പൂർണ്ണമായും മഞ്ഞ് മൂടി ആളുകൾക്ക് വാസയോഗ്യമല്ലാത്ത, യാത്രായോഗ്യമല്ലാത്ത പ്രദേശമായി കിടക്കുന്നതാണ് ഈ പ്രദേശം. മഞ്ഞ് ഒഴിയുന്നത് ഈ മാർച്ച് അവസാനം, ഏപ്രിൽ ആദ്യവാരത്തോടെയാണ്. തുടർന്നാണ് ഇവിടേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഈ നമ്മളിപ്പോൾ കാണുന്ന ഒരു പ്രദേശം എന്നുള്ളത് ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്, ചെറിയൊരു ഭാഗം മാത്രമാണ് ബൈസറൻ വാലിയുടെ. ഈ ഒരു പ്രദേശത്ത് നിന്ന് തന്നെ ബൈസറൻ വാലി എന്ന പ്രദേശത്തിന്റെ മനോഹാരിത നമുക്ക് വ്യക്തമാകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വിനോദസഞ്ചാരികൾ ഈ ഒരു വേനൽക്കാലം ഇവിടേക്ക് ഏറ്റവും മികച്ച ഒരു സീസണായി തിരഞ്ഞെടുക്കുന്നതും ഇവിടേക്ക് ആ സമയത്ത് എത്തുന്നതും. ആളുകൾക്ക് സഞ്ചരിച്ച് ഇവിടെ എത്താൻ കഴിയുന്ന ഒരു സമയമാണ് എന്നതിനാൽ തന്നെ, ഒപ്പം തന്നെ ആ ഒരു സമയത്താണ് ഇവിടേക്ക് ഈ പ്രദേശവാസികൾ പോലും ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി ഇവിടെ എത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ബാക്കി 8 മാസത്തെ വരുമാനം എന്നുള്ളത് ഈ 4 മാസം അവർക്ക് സമ്പാദിക്കാൻ, വിനോദസഞ്ചാരികളിൽ നിന്നും സമ്പാദിക്കാൻ കഴിയുന്ന പണം കൊണ്ടാണ് അവർ വർഷം മുഴുവൻ ജീവിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അവരുടെ ജീവിതത്തിന് കൂടിയാണ് ഈ ഭീകരാക്രമണം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വനമേഖലയിൽ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണാൻ കഴിയില്ല. സൈനികരുടെ തിരച്ചിൽ, നിരവധി സൈനികർ ഇപ്പോഴും ഈ വനമേഖലയിൽ അരിച്ചു പെറുക്കി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് താൽക്കാലിക താമസ സൗകര്യം ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഉന്മേഷ്, ശരി. ബൈസറൻ താഴ്വരയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്.